5 കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഈ ലോകത്ത് നിന്ന് വിട പറയാൻ. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായി ചെയ്യേണ്ട കാര്യമെന്താ? അല്ല പറയുകയാണ്, അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. അല്ല പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്തായാലും നമ്മളെല്ലാവരും മരിക്കുമടോ, ഒരു സംശയമില്ല. അതെവിടെ വെച്ചാണെന്നറിയില്ല. അത് പറയുമ്പോഴാണോ, വഅദ് കേൾക്കുമ്പോഴാണോ, പോകുന്ന വഴിയിലാണോ, നടറോഡിൽ കിടന്നാണോ, വാഹനത്തിനകത്ത് കിടന്നാണോ, പടച്ചവനെ പള്ളിക്കകത്ത് കിടന്നാണോ, നിസ്കാരപ്പായിലിരുന്നിട്ടാണോ, അല്ലാഹുവേ ഐസിയുവിനകത്താണോ, വെന്റിലേറ്ററിലാണോ, എവിടെയാണോ, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. അതുകൊണ്ട് എന്തായാലും ഞാനും നിങ്ങളും മരിക്കുമടോ, എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല. മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ? ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ല പറയുകയാ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പെങ്ങളെ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. ചെറുപ്പക്കാരാ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞിട്ട് വേണം മരിക്കേണ്ടത്. ഇത് പറഞ്ഞിട്ട് വേണം മരിക്കേണ്ടത്. ഇത് പറയാതെ മരിക്കല്ലേ, ഇത് പറയാതെ മരിക്കല്ലേ. അല്ല പറയുകയാ, നീ മരിക്കുകയാണെങ്കിൽ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. അല്ല പറയുക, നീ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം നീ മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പം നിങ്ങൾ ചോദിക്കുക, എൻ്റെ പൊന്നാര സിറാജ്, ഇത് പറയാനാണോ നീ 40 മിനിറ്റ് എടുത്തത്? ഈ ഒരു കാര്യം പറയാനാണോ നീ ഇത്ര നേരം എടുത്തത്? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ അറിയാത്ത മുതുകുടിയാൻ അറിയത്തില്ലേത്? ആരോട് ചോദിച്ചാലും, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നവരെ നമ്മള്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വിചാരമുണ്ട്, നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കൂ, നമുക്കിതറിയാം. എന്നാ പിന്നെ നീ എന്തിനാ നിന്റെ ഉമ്മ മരിക്കാൻ കിടന്നപ്പോൾ അടുത്തു പോയിരുന്ന തിരിയും കത്തിച്ച് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുത്തേ? ഉമ്മൻ അറിയാഞ്ഞിട്ടാ? വാപ്പ, നിന്റെ ഉപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നീ അടുത്തു പോയിരുന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തല്ലോ. എന്തിനാ? വാപ്പയ്ക്ക് അറിയാഞ്ഞിട്ടാ? ഉപ്പാൻ അറിയാഞ്ഞിട്ടാണോ? അല്ല, അതിനകത്ത് നിന്ന് നീ മനസ്സിലാക്കണം, അത് പറയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നല്ലോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന കൂടെ അത് പറഞ്ഞു കൊടുക്കണമല്ലോ. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഉസ്താദേ, ഹജ്ജ് ചെയ്തവനാ, ഉംറ ചെയ്തവനാ, പള്ളി കെട്ടിക്കൊടുത്തവനാ, അറിവ് പഠിച്ചവനാ, ഹാഫിള, ആലിമ, ഇമാമ, പ്രഭാഷകനാ, എപ്പോഴും ഞാൻ കയ്യിലെ തസ്ബീഹ് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ട് നടക്കുന്നവളാ. അതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റുമെന്നൊരു ധാരണയുണ്ടോ? പെങ്ങളെ, ഈ ദിക്റിന്റെ മഹത്വം എന്തെന്നറിയോ? ഈ ദിക്റിന്റെ മഹത്വം എന്തെന്ന്
എന്തെന്നറിയോ? നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, നോമ്പ് പഠിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത്. എന്നാൽ ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്. ദഖലൽ ജന്ന. നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ്, നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ്. കാരണം തഴമ്പുണ്ട്, താടിയുണ്ട്, തൊപ്പിയുണ്ട്, ജുബ്ബയുണ്ട്. പടച്ചവനെ നമ്മളിങ്ങനെ കരുതിക്കൊണ്ട് നടക്കുമ്പോ വാപ്പാ നീ അള്ളാന്റെ ഖുർആൻ ഓതാറില്ലേ? ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ, ഒരുപാട് ദുആയുണ്ടല്ലോ. ഈ ദുൽഖഅദ് മാസത്തിൽ നമ്മൾ മറക്കാൻ കഴിയാത്ത ഒരു പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ എത്രയോ പേര് ഹജ്ജിന് വേണ്ടി യാത്രയായി, പലരും ഹജ്ജിന് പോകാൻ കാത്തിരിക്കുന്ന മാസമാണല്ലോ. എല്ലാവരും പോകാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ ഹജ്ജ് ചെയ്യേണ്ട മാസമാണ്. എവിടെയാ? കഅബാലയത്തിലേക്കല്ലേ കടന്നു പോകുന്നത്. ഈ കഅബാലയം പണിതതാരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയല്ലേ കഅബ പണിതത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തന്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവര് രണ്ടുപേരും കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോ, കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി ചെയ്ത ദുആ എന്തെന്നറിയോ? അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് നാഥാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു, ആ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ആ ഇബ്രാഹിം നബിയും അല്ലാഹുവിനോട് പറഞ്ഞത്, റബ്ബേ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാഹ്. ചെറുപ്പ തന്റെ രാജസിംഹാസനത്തിലേക്ക് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ള പ്രവാചകനാണ് യൂസുഫ് നബി. ആ യൂസുഫ് നബി ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബി ചെയ്ത ദുആ അല്ലാഹു പറയുകയാ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്. യൂസുഫ് നബി അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനെ പൊട്ടക്കിണറ്റിൽ എന്റെ കൂടപ്പിറപ്പുകൾ വലിച്ചെറിഞ്ഞു, അവിടെ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി. പടച്ചവനെ അവസാനം എന്നെ നീ അടിമയായി എന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചു, ജയിലറയിൽ നിന്ന് രക്ഷപ്പെടുത്തി, അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി. പടച്ചവനെ സ്വപ്ന വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു. അല്ലാഹ് യൂസുഫിന് വേണ്ടത് അധികാരമല്ല, സ്വപ്ന വ്യാഖ്യാനമല്ല, സുഖജീവിതമല്ല. യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയോ? തവഫനി തവഫനി മുസ്ലിമാ. യൂസുഫിന് മുസ്ലിമായിട്ട് മരിക്കണം തമ്പുരാന്. എന്റെ അഭിലാഷമാണ് പടച്ചവന്, എന്റെ അഭിലാഷമാണ് പടച്ചവന്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എനിക്ക് ഈമാനുള്ള ഒരു മരണം വേണമല്ലോ, എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണമല്ലോ. ഇബ്രാഹിം നബി കുറപ്പില്ലായിരുന്നു, യൂസുഫ് നബി കുറപ്പില്ലായിരുന്നു. ഉപ്പമാരെ, മക്കളോട് വാപ്പമാര് ചെയ്ത വസിയത്ത് ഖുർആൻ പറയുകയാ, വവസാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകൻ
പെങ്ങന്മാര് തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്യുകയാണ്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. പെങ്ങളെ എന്തിനാ കൂടുതൽ പറയുന്നത്? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മഹദി പറയുകയാണ്, രാത്രിയിൽ കരച്ചിൽ കേൾക്കുകയാണ്, തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാണ്. ആരാണ് കരച്ചിലിന്റെ ശബ്ദം കേട്ടിട്ട് ആയിഷ ബീബി ഞെട്ടി ഉണരുമ്പോ ആരാ കരയുന്നതെന്നറിയുവോ? ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്, മസ്ജിദുൻ നബവിക്കകത്ത് കിടന്ന് കരയുകയാണ്. സുജൂദിൽ കിടന്ന് കരയുന്ന നബി തങ്ങളാണ് കരയുന്നത്. എന്തു പറഞ്ഞിട്ടാണ് കരയുന്നത്? പടച്ചവനെ അടുത്തേക്ക് ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നത് എന്തെന്നറിയുവോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ആയിഷ ബീബി ചോദിക്കുന്നു, നബിയേ അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? ആയിഷ, നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് ആയിഷ. മനുഷ്യന്റെ ഹൃദയം പട്ടം പോലെയാണ്, കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറന്നു പോകുമല്ലോ. അല്ലാഹുവേ, പടച്ച റബ്ബ് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു കളയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയെത്രയോ കൊലകൊമ്പന്മാര് നീ ചരിത്രം വായിച്ചു നോക്കാറില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്കൊരുപാട് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ? വല്ലാഹുവിന് ബാഗൂറ എന്ന് പറയുന്ന ഏറ്റവും അറിയപ്പെട്ടിരുന്ന അല്ലാഹുവെ ആകാശത്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് പാഠമെടുത്തു കൊടുത്ത മഹാനാണ് വല്ലാഹുവിന് ബാഗൂറ. എങ്ങനെയാണ് ചത്തുപോയതെന്ന് അള്ളാന്റെ ഖുർആൻ പറയുന്നില്ലേ? നൂഹ് നബിയുടെ ഭാര്യയുടെ ചരിത്രമെടുക്ക്, ലൂത്ത് നബിയുടെ ഭാര്യയുടെ ചരിത്രമെടുക്ക്, പ്രവാചകന്മാരുടെ മക്കളുടെ ചരിത്രമെടുക്ക്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രമെടുക്ക്, ഹാഫിളീങ്ങളായ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്ക് മുത്തഅല്ലിമീങ്ങള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എത്രയെത്രയോ കൊലകൊമ്പന്മാര് പടച്ചവനെ ഈമാനില്ലാതെ മരിച്ചു പോയില്ലേ? എത്രയോ പേര് നിമിഷ നേരം കൊണ്ട് പടച്ചവനെ ആത്മഹത്യ ചെയ്തവരുടെ കഥയറിയുമല്ലോ. പടച്ചവനെ എങ്ങനെയാ ചെയ്തത്, എന്തു പറ്റി ഇവർക്ക്? ഞാനും നിങ്ങളും ചിന്തിച്ചു പോകാറുണ്ടല്ലോ. ഒരു നിമിഷം മതി പെങ്ങള്, ഒരു നിമിഷം മതി പെങ്ങള്. ജീവിതത്തിൽ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ തകർന്നു പോകുന്ന ഒരു സെക്കൻഡ് മതി സഹോദര ജീവിതം അവസാനിപ്പിക്കാൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, ദുർമരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു, കാരണം എല്ലാവർക്കും പേടിയാണ്, ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. എന്നാ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോ 25% ഈ സമുദായത്തിൽ ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. പണ്ടൊക്കെ ആത്മഹത്യ ചെയ്യാൻ പേടിയാ, ചോദിച്ചാൽ പറയും ആഖിറം നഷ്ടപ്പെട്ടു പോകും, ദുനിയാവും പോയി ആഖിറവും പോയി. അതുകൊണ്ട് ആത്മഹത്യ വളരെ കുറവായിരുന്നു. ഇപ്പോഴോ ഫോൺ കൊടുത്തില്ലെങ്കിൽ തൂങ്ങും, കറങ്ങാൻ വിട്ടില്ലെങ്കിൽ തൂങ്ങും, തല്ലിയ റൂമിനകത്ത് കയറി തൂങ്ങും. അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കെ പറഞ്ഞ അള്ളാഹ് കാക്കുമാറാകട്ടെ. താടിയിലും തഴമ്പിലൊന്നും ഒരു കാര്യമില്ല പെങ്ങളെ. ഒരൊറ്റ നിമിഷം, അതാ ഒരൊറ്റ നിമിഷം എപ്പോഴാ തിരിയണെന്നറിയില്ല. ആത്മഹത്യയെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, തോറ്റു, പോയി അങ്ങ് തൂങ്ങും. എന്ത് കിട്ടൂടാ ചങ്ങാതി? എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹിനെ കുറിച്ച് പഠിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിൻ്റെ ഗൗരവം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം ഹറാമാ, സ്വർഗം ഹറാമാ, ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല. ആരെന്നറിയോ? ആരെന്നറിയോ? ആത്മഹത്യ ചെയ്യുന്നവർ. ആത്മഹത്യ ചെയ്യുന്നവർ സ്വർഗത്തിൽ കിടക്കൂല വെച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഹറാമാ. കാരണം കള്ളു കുടിച്ചാൽ പൊറുക്കും, വ്യഭിചരിച്ചാൽ പൊറുക്കും, പലിശ തിന്നാ പൊറുക്കും, നീ എന്തു പാപം ചെയ്താലും പൊറുക്കും. പൊറുക്കണമെങ്കിൽ നീ വേണ്ട ഇവിടെ.
തൗബ ചെയ്താലല്ലേ പാവം പൊറുക്ക. തൗബ ചെയ്യണമെങ്കിൽ നിനക്ക് ആയുസുണ്ട്. ആയുസുണ്ടെങ്കിലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. ഈ ചത്തവൻ എവിടെ പോയി തൗബ ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഞാൻ ഈ ചരിത്രം പറഞ്ഞത് ഇബ്രാഹിം നബിയുടെയും യൂസുഫ് നബിയുടെയും നബിതങ്ങളുടെയൊക്കെ ചരിത്രം പറഞ്ഞത് പേടിപ്പിക്കാനൊന്നുമല്ല. കൂടുതൽ അങ്ങ് നെളിയണ്ട. കൂടുതലൊന്നും ഫർദയും ഹിജാബിലൊന്നും ഒരു കാര്യമില്ല താത്താമാരെ. ഉസ്താദ് താടിയുണ്ട്, തഴമ്പുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. നീ എല്ലാം ചെയ്തിട്ടുണ്ട്, എന്ത് കാര്യം? നിസ്കാരമുണ്ട്, എല്ലാത്തിനും ഒരുപാട് നിസ്കാരം ജീവിതത്തിലുണ്ട് ഇല്ലേ? ഒരുപാട് നന്മ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും. നിസ്കാരത്തിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കില്ല നല്ലത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്ക് നിങ്ങൾക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. ഉസ്താദ് ഞാൻ 5 നേരം വന്ന് നിസ്കരിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ ഈമാനോട് കൂടിയ മരിക്കൂ എന്ന് ഉറപ്പിച്ചിട്ട് നടക്കാം. വാപ്പ എങ്ങനെ? എൻ്റെ പൊന്നാര വാപ്പ, നിസ്കാരം എന്താന്ന് നിനക്കറിയോ? എടാ, നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇന്നാഴത്തേനെയും കുലുഹുവല്ല ഓതും. ആരെങ്കിലും കാണാമുണ്ടെങ്കിലോ? എല്ലാവരും പറയുന്ന നിസ്കാരമുണ്ട് നിസ്കാരമുണ്ടെന്നല്ലേ? എല്ലാവരുടെ ധൈര്യം ഞാൻ നിസ്കരിക്കുന്നവനാ. അപ്പൊ എനിക്ക് അല്ലാഹു ഒരു നല്ല മരണം തരുമെന്ന് കരുതിയിട്ട് ഉറപ്പിച്ചു നടക്കുന്ന വാപ്പയോട് നിനക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും അറിയുമോ? എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയോ? ഞാൻ നിനക്കൊരു നിസ്കാരം പറഞ്ഞു തരാ. ഞാൻ നിനക്കൊരു നിസ്കാരം പറഞ്ഞു തരാ. ജീവിതത്തിൽ ഇങ്ങനെ ഒരു വഖത്ത് നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഈ പ്രായമായവരോട് ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലെ ഒരു വിരൽ പഴുത്തു. കാലിലെ ഒരു വിരൽ പഴുത്തു. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് വേദനയായി. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് ഈ വിരല് മുറിച്ചു മാറ്റണം തങ്ങള്, ഈ വിരല് മുറിച്ചു മാറ്റണം തങ്ങള്, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, പിന്നെ വലിയ പ്രയാസമാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു കാര്യമാക്കിയില്ല. ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഈ വിരല് മുറിച്ചു മാറ്റണം, പഴുപ്പായി അത് കാൽപ്പത്തിയിലേക്ക് പടർന്നു കയറും, വലിയ പ്രയാസമാ. ഉർവ റളിയല്ലാഹു തആല അൻഹു കാര്യമാക്കിയില്ല. കാല് പഴുത്ത് പഴുപ്പ് മുകളിലേക്ക് കയറാൻ തുടങ്ങി, വേദനയായി. ഉർവ റളിയല്ലാഹു തആല അൻഹു പിന്നെയും വൈദ്യന്മാരെ കാണിച്ചു. അവര് പറഞ്ഞു, തങ്ങളെ അന്നേ പറഞ്ഞതാ കാലിൻ്റെ ഒരു വിരൽ മുറിക്കാൻ, ഇപ്പൊ കാൽപ്പത്തി മുഴുവനും മുറിക്കേണ്ട അവസ്ഥയെത്തി. പഴുപ്പ് മുകളിലേക്ക് കയറി, ഇപ്പൊ കാൽപ്പത്തി മുറിക്കണം. ഉർവ റളിയല്ലാഹു തആല അൻഹു അപ്പോഴും തയ്യാറായില്ല, കാര്യമാക്കിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴുപ്പ് മുകളിലോട്ട് കയറി, കാലിന് വല്ലാത്ത വേദന. വൈദ്യന്മാര് പറഞ്ഞു, ഇനി കാലിൻ്റെ മുട്ടിൻ്റെ താഴെ വെച്ച് മുറിക്കണം. പഴുപ്പ് മുകളിലേക്ക് കയറി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് വെച്ച് മുറിക്കണം. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്, ഇനിയെങ്കിലും ഞങ്ങളൊന്ന് പറയുന്നത് കേൾക്ക്. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു കാല് മുറിക്കാൻ സമ്മതിച്ചു. പെങ്ങളെ, വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. അതാ കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, ലഹരി കൊണ്ടുവന്ന് കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇതൊന്ന് കുടിക്കണം തങ്ങള്, ഇതൊന്ന് കുടിക്കണം തങ്ങള്. ഉർവ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എന്തിനാ ഞാൻ കള്ളു കുടിക്കുന്നത്? തങ്ങള് വേദന അറിയാതിരിക്കാനാ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ കാല് മുറിക്കുന്നതിന്റെ വേദന അല്പം കുറവ് കിട്ടുമല്ലോ, അറിയാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് കള്ള് കുടിക്കാൻ പറയുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും ഞാൻ കള്ള് കുടിക്കൂല, ഒരിക്കലും ഞാനതിന് തയ്യാറാകില്ല. അവര് പറഞ്ഞു, പിന്നെ എങ്ങനെ മുറിക്കും തങ്ങള്? ഈ കാല് മുറിക്കുന്നത് വല്ലാത്ത വേദനയാണ്. പച്ചയായ ഒരു മനുഷ്യന്റെ കാലെങ്ങനെ വെട്ടി മുറിക്കാനാണ്? ഉർവതങ്ങള് പറഞ്ഞു, ഞാനതിനൊരു വഴി പറഞ്ഞു തരാ. പെങ്ങളെ,
ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാം, ഞാൻ ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു മാറ്റിക്കോ. സുബ്ഹാനല്ലാഹ്. ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സമ്മതിക്കുകയാണ്. പടച്ചവനെ ഒളുവെടുത്തു, അതാ മുസല്ലയിലേക്ക് കയറി നിന്നു. അല്ലാഹുനായി ഉർവതങ്ങൾ ഓതുകയാണ്. ഏത് സൂറത്താ ഓതിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിൽ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ബഹു അബിൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഉർവതങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ വൈദ്യന്മാര് മനസ്സിലാക്കി ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ. സിനിമാ കഥയല്ലടാ ചെറുപ്പക്കാരാ, ഇതേതെങ്കിലും ഒരു കള്ളക്കഥയല്ല പറയുന്നത്. ഉർവതങ്ങളുടെ ചരിത്രം ആർക്ക് വേണമെങ്കിലും എടുത്തു വായിച്ചു നോക്കാം. നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവതങ്ങള് അതപ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതി നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടത്തെ കാൽപ്പത്തിയുണ്ടല്ലോ, കാലിന്റെ മുട്ടിന്റെ താഴെ വെച്ച് അവിടെ നിന്ന് മുറിച്ചു മാറ്റുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ ഉർവതങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്ത് ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല, എന്ത് ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല. പടച്ചവനെ, വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയുവോ? സൈത്തണ്ണ തിളപ്പിക്കുകയാണ്. രക്തം പെട്ടെന്ന് നിൽക്കാനുള്ള ഒരു വഴിയായി അവര് ചെയ്തിരുന്നത് തിളപ്പിച്ച സൈത്തണ്ണ മുക്കുകയാ. സൈത്തണ്ണ കൊണ്ടുവന്ന് തിളപ്പിക്കുകയാണ്. ആ എണ്ണ നല്ലതുപോലെ തിളച്ചു കഴിയുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയാ. അടുക്കളയിൽ കടുക് പറക്കുമ്പോ ഒരു തുള്ളി എണ്ണയെങ്ങാടെ തെറിച്ച സഹിക്കാൻ കഴിയാത്ത പെങ്ങള് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ചു മാറ്റിയ കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയാ. അറിഞ്ഞില്ല ഉമ്മ, അറിഞ്ഞില്ല ഉമ്മ. നിസ്കാരത്തിലാ ഉപ്പ ഉർവതങ്ങൾ ഓതുന്ന ആയത്തേതെന്നറിയുവോ? സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ പാരായണം ചെയ്യുകയാ. ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ പാരായണം ചെയ്യുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. ആ നരകത്തിന്റെ രംഗം പറയുന്ന ആയത്ത് അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തിളച്ച എണ്ണ മുക്കുന്നത്. അറിഞ്ഞില്ല ഉപ്പാ, അറിഞ്ഞില്ല ഉപ്പാ. ഉർവതങ്ങള് പടച്ചവനെ അവസാനം ബോധം കെട്ട് താഴെ വീഴുകയാ. റബ്ബേ, അതാ ഉർവ റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ട് താഴെ വീഴുകയാണ്. പെങ്ങളെ, ഇതിനാ മോളെ നിസ്കാരം എന്ന് പറയുന്നത്, ഇതിനാ ഉമ്മ നിസ്കാരം എന്ന് പറയുന്നത്. നീ ഒരു കൊതുവ് കടിച്ചാൽ അറിയുന്നവളല്ലേ? നിന്റെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുവങ്ങാണമെന്ന് മൂടിക്കൊണ്ടുപോയാ അതുപോലും നമ്മൾ അറിയുന്നവരാ. എന്നാ ഉർവതങ്ങള് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ കാലി വെട്ടി മുറിച്ചിട്ടറിഞ്ഞില്ല. വൈദ്യന്മാർക്ക് സങ്കടമായി. പടച്ചവനെ, ഉർവതങ്ങൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞ സങ്കടം വരുമല്ലോ. അതുകൊണ്ട് അവര് വല്ലാത്ത ടെൻഷനിലാണ്. അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഉർവതങ്ങളുടെ കുടുംബക്കാരൻ ഓടി വരുന്നത്. ഉർവതങ്ങളെ തെരഞ്ഞുകൊണ്ടൊരു കുടുംബക്കാരൻ ഓടി വരികയാണ്. അവിടെ നിന്ന് ചോദിച്ചു, എന്ത് ഉർവതങ്ങൾ എവിടെ, എന്തിനാ തിരക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു,
ഉറുവതങ്ങളുടെ ഏറ്റവും ചെറിയ മകന് ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു. മരണം പറയാമെന്നതാണ്. കാല് മുറിച്ചിട്ടിരിക്കുകയാ, തന്റെ പൊന്നാര മകൻ മരിച്ചിരിക്കുകയാണ്. അവസാനം ഉറുവതങ്ങൾക്ക് ബോധം വന്നു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കരിച്ചു കൊണ്ടിരുന്നപ്പോ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. കുടുംബക്കാരൻ പറഞ്ഞു, തങ്ങളെ ഏറ്റവും ചെറിയ മകനും മരണപ്പെട്ടു പോയി തങ്ങളെ. ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. വൈദ്യന്മാര് ചോദിക്കുകയാണ്, കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്? ഉറുവതങ്ങൾ പറയുകയാണ്, രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ അല്ല തിരിച്ചെടുത്തുള്ളൂ. എന്തിനാ തങ്ങളെ മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ പറയുന്നത്? അല്ലാഹു എന്റെ മക്കളിൽ ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കിയുള്ള മക്കൾ അല്ലാഹു എനിക്ക് ബാക്കി വെച്ചല്ലോ. ഇത് പറഞ്ഞിട്ട് കരയുകയാണ്. ഇത് പറഞ്ഞിട്ട് ഉറുവതങ്ങളുടെ സങ്കടത്തോടെ കരയുകയാണ്. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? മകൻ മരിച്ചെന്ന് പറഞ്ഞ പറയാത്ത മനുഷ്യരു, കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞപ്പോ കരയാത്ത ഉറുവതങ്ങളോട് ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ട് കരയുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോ ഉറുവതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാ, ഇനി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഇനി പഴയതുപോലെ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ആ സങ്കടം കൊണ്ട് കരഞ്ഞതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതുപോലെ ഒരു റക്അത്ത് ജീവിതത്തിൽ ആരെങ്കിലും നിസ്കരിച്ചവരുണ്ടോ? ഞാനോ നിങ്ങളോ 30, 40, 50, 60 വയസ്സുള്ള ഉപ്പാനോട് ഉമ്മാനോട് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു റക്അത്ത് നിസ്കരിച്ചത് ഓർമ്മയുണ്ടോ എനിക്ക് നിങ്ങൾക്കും? നമ്മൾ പിന്നെ ഈ നിസ്കാരവും വെച്ചിട്ടാ നമ്മൾ നല്ല മരണം കാത്തു കിടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞിട്ട് അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുക്ക്. കാരണം ഈ സദക്ക കൊടുത്തതിൻ്റെ പേരിൽ ആർക്കും നഷ്ടമൊന്നുമില്ല. ഈ സദക്ക കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾക്കും നഷ്ടമുണ്ടാകാറില്ല. ആ സദക്ക തുറദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാരകമായ രോഗങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ വിപത്തുകളും. ഇന്നലെ വളാഞ്ചേരി ഭാഗത്തുള്ള ഒരു സഹോദരൻ എൻ്റെ ഫോണിലേക്കൊരു ഫോട്ടോ ഇട്ട് തന്നു. ഉസ്താദ്, ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കിടക്കുന്നു, ഒരു ചെറിയ കുഞ്ഞ് കിടക്കുന്നു. ഞാൻ വിചാരിച്ചു വല്ല സർജറിക്ക് കൊണ്ടുപോകാനായിരിക്കും. ഞാൻ ഉടനെ ദുആ ചെയ്തു, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, ശിവ കൊടുക്കട്ടെ എന്നൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ താഴെ വോയിസ് വന്നു, ഉസ്താദേ പാല് കുടിക്കുന്ന കുട്ടിയാ, പാല് കുടിക്കുന്ന കുട്ടിയാ, കടന്നുറങ്ങിയത് പാല് കുടിച്ചിട്ട്. ഈ പെണ്ണുങ്ങൾക്കുള്ള ഒരു സ്വഭാവം, കടന്നു പാല് കൊടുക്കുന്ന ഒരു സ്വഭാവം. നിങ്ങൾക്ക് അധികം പേർക്കും നിങ്ങൾ മക്കളുടെ കഥയൊക്കെ പറയാറുണ്ട്. എല്ലാവരും പറയും കടന്നു പാല് കൊടുക്കരുത്, കടന്നു പാല് കൊടുക്കരുത്. എത്ര മരണങ്ങൾ സംഭവിക്കുന്നുണ്ടോ? നിങ്ങൾക്കത് തമാശയാ. ആ കുട്ടി കടന്നു പാല് കൊടുക്കരുത് പെങ്ങളെ. കുട്ടികൾക്ക് കടന്നു പാല് കൊടുക്കുന്ന പെണ്ണ് നിനക്ക് എഴുന്നേറ്റിരുന്ന് കൊടുക്കാനുള്ള മടി കാരണം നീ കടന്നു കൊടുക്കും. ഞാൻ എൻ്റെ ഭർത്താക്കന്മാരോട് പറയുന്നു, നീ നിൻ്റെ ഭാര്യ നിൻ്റെ മക്കൾക്ക് കടന്നു പാല് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇവള് കിടക്കുമ്പോൾ ഒരല്പം വെള്ളം, ഞാൻ എൻ്റെ ഭാര്യ, ഇവള് കിടന്ന് പാല് കൊടുക്കാറുണ്ട്, ഞാൻ എപ്പോഴും വഴക്ക് പറയും. ഒരു ദിവസം ഇങ്ങനെ കടന്നപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം എടുത്തോണ്ട് അടുത്തുപോയി. ഈ കിടക്കുന്ന ഭാര്യയുടെ പറഞ്ഞു വാ തുറക്കാൻ. എന്നിട്ട് ആ വെള്ളം എടുത്തൊഴിച്ചു കൊടുത്തു. കണ്ണും തെള്ളി ചാടി എഴുന്നേറ്റു. പടച്ചോനെ, എന്നെ കൊല്ലാൻ നോക്കുന്നു. ഞാൻ ചോദിച്ചു, ഈ പൊടി കാള പോലെ വളർന്ന നിനക്കിത് കുടിക്കാൻ പറ്റുന്നില്ല, ഈ പൊടി കുഞ്ഞെങ്ങനെ കുടിക്കും? ഞാൻ പറയുന്നു, കടന്ന് പാല് കൊടുക്കുന്ന പെണ്ണുങ്ങളോട് നിങ്ങൾ അവളെ കിടത്തിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും, കുടിക്കാൻ പറ്റുമോ? ഒന്ന് നോക്ക് നീ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ വളരെ സൂക്ഷ്മത പുലർത്തണം. അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അവനവൻ്റെ കയ്യിലുള്ളതിലൊരു സദക്ക എടുക്ക്. ആ സദക്ക തുറദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. ഇന്നീ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയ സഹോദരൻ, അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ്, നമുക്കറിയാം ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ്.
അദ്ദേഹത്തിന് മാമുഹജി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ. പെട്ടെന്ന് സുബഹി തൻ്റെ വീട്ടിൽ സുബഹി നിസ്കരിച്ചിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അറ്റാക്ക് വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഡോക്ടർമാർ ഒരു സർജറി കഴിഞ്ഞു, പിന്നെ പറയും ഓപ്പൺ സർജറി ചെയ്യണം. കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ മുഴുവനും. ഇന്ന് അൽഹംദുലില്ലാ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഓപ്പൺ സർജറി വേണ്ട. എങ്ങനെ ഇതൊക്കെ? അദ്ദേഹം തന്നെ പറയുന്നു, ഉപ്പ ചെയ്ത നല്ല കാര്യങ്ങൾ. എടോ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, വരാനിരിക്കുന്ന അപകടങ്ങളെ തട്ടിമാറ്റും. ഉസ്താദേ, ഞാൻ എല്ലാ മരുന്നും കഴിച്ചു, എൻ്റെ രോഗം മാറുന്നില്ലെന്ന് സങ്കടം പറയണില്ലേ? രോഗം മാറാത്തവരില്ലേ? പെങ്ങളെ, നിന്റെ വേദനകൾ മാറുന്നില്ലല്ലോ, എവിടെല്ലാം കൊണ്ട് കാണിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവർ സദക്ക കൊടുത്ത് ചികിത്സിക്കും. അതുകൊണ്ടാ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ പൈസ ചോദിച്ച് ചങ്ങാതി വരും. ആരെങ്കിലും ഇടുവോ? ഉറക്കം നടിക്കും. എന്നാൽ നിനക്ക് ഇന്ന് രാത്രി എന്തെങ്കിലും ഒന്ന് പറ്റി, നാളെ രാവിലെ ഇവിടുത്തെ ഉസ്താദന്മാരുടെ മുമ്പിൽ നിന്റെ മോൻ വന്ന് നിൽക്കുന്നുണ്ട്. ഉസ്താദെ, എന്തേ മോനെ വന്നത്? ഉമ്മ പറഞ്ഞു വിട്ടതാ ഉസ്താദെ, വാപ്പ ഐസിയുവിനകത്ത് കിടക്കുകയാ, സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, ഇത്തിരി സീരിയസാ. ഇന്നാ ഉസ്താദെ ഒരു ഹദിയ ദുആ ചെയ്യ് മുത്തല്ലിമീങ്ങളെ വിളിച്ചിരുത്തിയിട്ട്. ഉസ്താദെ, ഇന്ന ഉസ്താദെ ഒരു സദക്ക ഉമ്മ തന്നു വിട്ടത് 1000 2000 ഉമ്മച്ചി തന്നു വിട്ടതാ. ഈ മുത്തല്ലിങ്ങളെ മുഴുവനും വിളിച്ചിരുത്തിയിട്ട് ഒന്ന് ദുആ ചെയ്തിട്ട് എൻ്റെ വാപ്പാനെ ഒന്ന് രക്ഷിക്കാൻ. അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് അല്ലേ? ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ തരാൻ മനസ്സില്ല. ഒരു മോതിരെന്താ, ഒരു സ്വർണ്ണെന്താ? ഇല്ല ഉസ്താദെ, ഭയങ്കര വിലയാ ഉസ്താദെ. ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുഴ വന്നു, ഡോക്ടർ തപ്പി പറഞ്ഞു സർജറി ചെയ്യേണ്ടത്. ഇന്ന് ക്യാൻസർ ആണോ എന്ന് സംശയമുണ്ട്, ഒന്ന് ടെസ്റ്റിന് അയച്ചേക്കാൻ. നീ മോതിരം ഉരുവോ? നീ സ്വർണ്ണ ഉരി കൊടുക്കുവോ? പൈസ കൊടുക്കുവോ? ഉസ്താദെ, രക്ഷപ്പെട്ടാൽ മതി. അതാ നബി തങ്ങൾ പറഞ്ഞത്, അള്ളാഹിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവർ സദക്ക കൊടുത്ത് ചികിത്സിക്കും. അപ്പം നിങ്ങളുടെ രോഗം ശിഫയാക്കാനുള്ള ഒരവസരം തരികയാൽ അൽഹംദുലില്ലാ. ഈ പൊന്നുമോൻ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക എടുക്ക്. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം. നീ എൻ്റെ പേരെന്തടാ? സ്വർഗത്തിൽ പോണോ? സ്വർഗത്തിൽ പോണോ? എങ്കിൽ ഒരു നാണക്കേടും നോക്കരുത്. എല്ലാത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് പൈസ മേടിക്കണം. ഒരു നാണവും വേണ്ട. നിനക്ക് വീട് വെക്കാനാണോ? പെങ്ങളെ കെട്ടിക്കാനാണോ? അല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ പോയി ചിരിക്കുന്ന മുഖത്തോടെ എങ്ങനെ മേടിക്കണം. അൽഹംദുലില്ലാ, പൊക്കോ. അള്ളാഹുവിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. വേണ്ടവരൊക്കെ ഇട്ടോ. വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാരകമായ രോഗങ്ങൾ മോനെ കൂട്ടിവെച്ചിരിക്കുന്നതൊന്നും മതിയാവില്ല. സമ്പാദിച്ച് വെച്ചിരിക്കുന്നതൊന്നും മതിയാകൂല. കിഡ്നി രോഗം വന്നാൽ, ലിവർ രോഗം വന്നാൽ, പടച്ചവനെ ഒരു കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ 30, 35, 40 ലക്ഷമാണ്. എന്ത് ചെയ്യും സഹോദരാ? പെങ്ങളെ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അല്ലാഹുവേ, ആരെല്ലാം ഈ മജ്‌ലിസിലിരുന്ന് സദഖ കൊടുക്കുന്നുണ്ടോ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, ക്യാൻസറോ ട്യൂമറോ പോലെയുള്ള ഏതെങ്കിലും ഒരു മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ റബ്ബേ, ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. അല്ലാഹു നമ്മുടെ സദഖ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഓ മാത്രമേ ഉള്ളൂ ഉസ്താദെ? ഒരാളെ ഉള്ളോ? ഇൻഷാ അല്ലാ. ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ധൈര്യമായിട്ട് മേടിക്ക്. താത്താമാരൊക്കെ കേട്ടോ, സ്ത്രീകളൊക്കെ ഇൻഷാ അല്ലാ. സ്വർണ്ണം ഇല്ലാത്ത, പൈസ ഇല്ലാത്തവരോട് പറ, സ്വർണ്ണം ഇട്ടോളാൻ പറ. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മരിച്ച മുസ്ലിമായിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ.
അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നബിതങ്ങൾക്ക് പോലും ഉറപ്പില്ലായിരുന്നു സിറാജ് ഉസ്താദെ, നിങ്ങൾ പറയുന്ന കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അപ്പം ഞങ്ങളിങ്ങനെയൊക്കെ നടന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, നമ്മളിങ്ങനെയൊക്കെ നടന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല കേട്ടാ, നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല. ചിലർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മം കാണുമ്പോൾ ഉഹുദ് മല പോലെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധാരണയുണ്ട് ചിലർക്കൊക്കെ. അപ്പം ആ ധാരണ മാറ്റുന്നതിന് വേണ്ടി പറഞ്ഞതാ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്ന് കൈവക്കിയോ ആ കൈവക്കിയവർക്ക് മുഴുവനും നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞ് ഒളുവോടുകൂടി തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ആ കൈപൊക്കാത്തവരെ നീ നന്നാക്കണേ അല്ലാ. ആമീൻ പറ, ആമീൻ പറ. ഒന്നുകൂടെ കൈപൊക്കിക്കേ. നല്ല മരണം വേണ്ടവര് കണ്ടാ, പൊങ്ങിയ പൊക്കണ്ടാ, സുബ്ഹാനല്ലാ. അപ്പം വേണോന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും ഇല്ലേ താത്ത? രണ്ട് കൈയും പൊക്കിയ താത്ത. നേരത്തെ പൊക്കാത്തവൻ ചാടി, അപ്പം നിനക്ക് ചില ഉസ്താദ് പറയണ്ട, അതിങ്ങ് എടുത്തിട്ട് വാടാ. ചില കുട്ടികൾക്ക് എങ്ങനെ, മക്കളെ മോനെ മൊബൈലിങ് എടുത്തിട്ട് വാ. ഓ എനിക്ക് വയ്യ വാപ്പാ. എടാ പോയി എടുത്തിട്ട് വാടാ. അനങ്ങത്തില്ല. ഒരെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു പോയി എടുത്തിട്ട് വാടാ. ചിലരങ്ങനെ ഒന്ന് കൊണ്ടാലേ നേരെയാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടോ നല്ല മരണം വേണോ? പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, പിരിവ് തുടങ്ങാൻ പോവാന്ന്. ആർക്കെങ്കിലും നല്ല, നിങ്ങൾ കൈ താറ്റി, ഇവന്മാര് പൊക്കിയാ പിന്നെ താഴ്ത്തുന്നില്ലല്ലോ ഉസ്താദേ. എന്താ നിങ്ങളിങ്ങനെ? ശരി, അമ്മാരെപ്പോഴും ഉയർന്നു നിൽക്കുന്നവരല്ലേ, അൽഹംദുലില്ലാ. ഇങ്ങോട്ട് നോക്കിയേ. എടാ നല്ല മരണം വേണമെങ്കിൽ പൈസ കൊടുക്കണോ? വേണ്ട. നല്ല മരണം കിട്ടാൻ എത്ര എളുപ്പമെന്നറിയോ? ആർക്കാ നല്ല മരണം വേണ്ടത്? അള്ളാഹ് പറയാ ഞാൻ തരാം. നീ എന്തിനാ പേടിക്കണേ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം, ഞാൻ തരാം നിങ്ങൾക്ക് നല്ല മരണം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് 2 പ്രതിഫലം ഞാൻ തരും. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് 2 പ്രതിഫലം ഞാൻ തരും. ഒന്ന്, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും, നല്ല മരണവും ഞാൻ തരും. ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. പൈസയുടെ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്കമൊഴിയണ്ട. ഒരേ ഒരു നന്മ ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു നന്മ ചെയ്താൽ 2 പ്രതിഫലം. ഒന്ന്, മരിക്കുന്ന കാലം വരെ തിന്നാൻ ഭക്ഷണം കിട്ടും. 2, നല്ല മരണവും കിട്ടും. ഒറ്റ നന്മ ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഉറക്കപ്പറ. ഒറ്റ ഒരു നന്മ ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാന്ന് നീയത്ത് ചെയ്യും. ഇൻഷാ അല്ലാഹ്. മുത്തല്ലിങ്ങൾ മാത്രമേ ഇൻഷാ അല്ലാഹ് പറയുന്നുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു പൈസ ഒന്നും വേണ്ടാന്ന്. കഷ്ടപ്പാടൊന്നുമില്ലാത്ത ഒരു നന്മ, ഈ ഒരു നന്മ നിങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏതാ നന്മ? ഏതാ നന്മ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, സൂറത്തു ത്വാഹ. ആഫ്ലിങ്ങൾ ആരപ്പാ? ഇല്ലേടാ, താഹ അല്ലേ? അല്ലേ? ആഫ്ലിങ്ങൾ എന്ത് എത്രാമത്തെ ആയത്താടാ മക്കളെ? 132, 36 ഏതായത്ത്? സൂറത്ത് ത്വാഹയുടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. സൂറത്ത് ത്വാഹയുടെ ഏറ്റവും അവസാനത്തെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 32 തോന്നുന്നു, അല്ലെങ്കിൽ 36. അല്ല പറയുകയാ, നിനക്കും മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. 1 മാസമോ 1 കൊല്ലമോ അല്ല, മരിക്കണ കാലം വരെ തരാം. ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, 5 നേരം അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി?
പറ, എന്ത് ചെയ്താൽ മതി? 5 വഖത്ത് അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കൂലേ? ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിക്കുമോ? നിസ്കരിക്കുന്ന കാലത്തോളം ഞാൻ തരും നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം. അല്ല പറഞ്ഞ വാക്ക് ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. ഞാൻ തരും ഭക്ഷണം, ഞാൻ തരും നിനക്ക് ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഇപ്പൊ ഇത്ര പേര് വാത് കേൾക്കാൻ വന്നല്ലോ. ഈ വന്നിരിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കരുത്, ഉള്ളത് പറ. ആരാ കാക്കാമാരെ? ഏറ്റവും എല്ലാ ദിവസവും ഇറച്ചി മീനൊക്കെ കൂട്ടണ ആൾക്കാരാരാ? നിങ്ങളുടെ നാവിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ട് ആരാ? നിങ്ങൾ ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാ താത്തമാരെ? ഉസ്താദന്മാര്. അതാ നിന്റെ കാണോ? എല്ലാ ദിവസവും ഇറച്ചി തിന്നോ നിന്റെ മീൻ തിന്നുന്ന എത്തിങ്ങാനിലായി പോവാ മനുഷ്യൻ. ഉസ്താദ് പറയുന്നത് ഇറച്ചി വേണ്ടെന്നാ, കൊളസ്ട്രോളാ, മട്ടൻ ഒന്നും വേണ്ട കേട്ടോ, ബീഫൊന്നും വേണ്ട. ഉസ്താദ്മാര് പറയുന്നത്. എടാ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ആലിമീങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞ ശമ്പളം ഉസ്താദിന്, എന്നാൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആലിമീങ്ങളാ. അള്ളാഹു ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ ബഹളം വെക്കുന്നതിന് ഒന്ന് പിടിച്ച മാതാപിതാക്കൾ, അതുകൊണ്ട് അവിടെ ആ സബ് ജൂനിയർ വിഭാഗത്തൊന്ന് പിടിച്ച്, അതുകൊണ്ട് ആ മദ്രസയുടെ അവിടെ നിൽക്കുന്നതിനൊന്ന് പിടിച്ചേ. ഒന്നാമത് എനിക്ക് കരുണയില്ലാത്ത ഉസ്താദാണ് ഞാൻ. മദ്രസയെ പോലും ഞാൻ പഠിപ്പിക്കാറില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് ക്ഷമയുള്ളത് കൊണ്ട്. അതിനെയൊക്കെ ഒന്ന് പിടിച്ചിരുത്തിക്കുക മാതാപിതാക്കൾ. ഇവിടെ 3 എണ്ണം നേരെ നിൽക്കാൻ പോലും വയ്യ, മൊബൈലും പിടിച്ചോണ്ടാ നിൽക്കുന്നത്. എൻ്റെ പൊന്നാറപ്പ, ഒന്നും പറയാൻ പറ്റത്തില്ല ഉസ്താദ്. ഗെയ്സ് എന്നെല്ലാം വിളിക്കണേ. എല്ലാം ചെറുത് ഇപ്പം മൊബൈൽ വെച്ച ഗെയ്സ് എന്നാ. സ്കൂൾ തുറന്നാൽ മതി, ഒന്ന് കാഞ്ഞ സാധനങ്ങളാ. മൊബൈൽ എടുത്ത് നോക്കിക്കേ. വെള്ളിയാഴ്ച ഉസ്താദ് ഖുത്ബ ഓതുന്നത് പടി കയറി നിന്നിട്ട് ഓതുന്ന ഒരു സാധനമുണ്ട്. മനസ്സിലേക്ക് നമ്മുടെ ആലോചന ഞാൻ എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കട, ഇല്ലെങ്കിൽ ഉസ്താദന്മാരുടെ ജോലി പോകുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ട് നോക്കുമ്പോൾ ഒരു ചെറിയ പയ്യൻ കയ്യിൽ മറ്റേ എന്തോ വീട് നോക്കുന്ന ഒരു സാധനവും വെച്ചിട്ട് ഖുത്ബ ഓതുക. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. എടാ, ആ കുട്ടിയെ ഞാൻ കുറ്റം പറയൂല. ഓൻ പള്ളിയിൽ പോയിട്ട് ഇത് പഠിച്ചല്ലോ, അതാ വലിയ കാര്യം. അവൻ തമാശയ്ക്ക് ചെയ്തതാണെങ്കിലും ആ മോൻ വെള്ളിയാഴ്ച പോകുന്നുണ്ടെന്ന് അതിന്ന് മനസ്സിലാക്കി. നമ്മൾ ഉറങ്ങുക. 2ാമത്തെ ഖുത്ബ കേട്ട് പരിചയമുള്ളത് കൊണ്ടാണ് ഓൻ അത് ഓതിയത്. ഞാൻ ആ കുഞ്ഞിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ ആ വീഡിയോ പിടിച്ചിട്ട് ഷെയർ ചെയ്ത മനുഷ്യൻ അവനാ സ്വർഗത്തിൽ പോകുന്നതെന്ന് ആലോചിക്കേ. ആ കുഞ്ഞ് ചെയ്യുന്നത് വീഡിയോ പിടിച്ചിട്ട് ഷെയർ ചെയ്ത ആളെ ഒന്ന് ആലോചിക്കേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ഇപ്പം ട്രോളുന്ന എന്നെയാണ്. അതുകൊണ്ട് ഞാൻ പ്രസംഗം ഒന്നും പേടിയപ്പം. നമ്മൾ പ്രസംഗിക്കുന്നതിൻ്റെ ഒരല്പം കിട്ടിയാൽ മതി. ആ അല്പം കിട്ടിയിട്ട് എടുത്തിട്ട് അലക്ക. ഇപ്പം തന്നെ പെണ്ണുങ്ങളുടെ അടിമയായി കഴിയുന്ന ഭർത്താവ് സ്വർഗത്തിൽ കിടക്കില്ല എന്ന്. അതിൻ്റെ ആദ്യ അവസാനം ആരും കേട്ടില്ല. എടോ, പെണ്ണുങ്ങളുടെ അടിമയായി കഴിയുന്ന ഭർത്താവ്, പെണ്ണ് പറയുന്നത് അനുസരിക്കുന്ന ഭർത്താവ് എന്നല്ലതിനർത്ഥം. ഭാര്യ എന്ത് തെറ്റ് ചെയ്താലും തിരുത്താത്ത ഭർത്താവ്. അതാ ഇപ്പം എല്ലാം ട്രോളന്മാരൊക്കെ ഇപ്പം നമ്മുടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തായാലും സ്വർഗത്തിൽ പോകും. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. കുറേ ആൾക്കാർ പറയുന്നത് എന്തായാലും നിങ്ങൾ പോകത്തില്ല ഉസ്താദെ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു തരാമെന്നാണ് പറയുന്നത്. അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് പിള്ളേരൊക്കെ ഒന്ന് ഗെയ്സ് എന്ന് പറഞ്ഞാൽ പാപ്പാൻ എന്താ വിളിക്കണമെന്നറിയില്ല. ചായക്കിപ്പം ഞാൻ തന്നെ ഈ വയല് കഴിഞ്ഞിട്ട് തട്ടുകടയിൽ പോയിരിക്കേ. അപ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. ജബ്ബയും തൊപ്പിയിട്ടവനെ ഇപ്പോൾ ബ്രോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അല്ലാഹു അഅലം. പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിച്ചാൽ അള്ളാഹു തരും ഭക്ഷണം. ഒരു പേടിയും വേണ്ട. കേട്ടോ ചങ്ങായിമാരെ, മുത്തല്യങ്ങൾ കേട്ടോ. എന്താ പറയുക, ഇപ്പം സാമ്പാറും ചോറൊക്കെ അത് കാര്യമാക്കണ്ട.